ഇക്കാര്യത്തിൽ ഈ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവരെ എത്രയും പെട്ടെന്ന് പിടികൂടുകയും വേണം. ഇത് രണ്ടും നടക്കാത്ത സ്ഥിതിക്കാണ് ഈ കാര്യങ്ങൾ ഇത്രത്തോളം വഷളായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, മതം എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ ആയുധമാണ്. അത് ഏത് പാർട്ടിക്കായാലും അങ്ങനെ തന്നെയാണ്. മതത്തെയാണ് അവർ രാഷ്ട്രീയ ആയുധമാക്കിയിട്ട് അതിൻ്റെ തോത് കൂടിയും കുറഞ്ഞു ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഹിന്ദുത്വ ശക്തികൾ ഉപയോഗിക്കുന്ന ആയുധം ഇതാണ്. അവർ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഈ കൽബുർഗിയിൽ ആ പാക് പോസ്റ്റർ വന്നു? അവർക്ക് വണ്ടി അതിന് മുകളിൽ ഓടിച്ച് പ്രതിഷേധം രേഖപ്പെടുത്താനാണെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലല്ലേ അത് വേണ്ടിയിരുന്നത്. അതുണ്ടായില്ലല്ലോ. എന്തുകൊണ്ട് ഇവിടെ വന്നു? അത് സ്വാഭാവികമായും അതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഇൻസിഡൻസ് ഇതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ പെരിന്തൽമണ്ണയിലെ അമ്പലത്തിൻ്റെ വാതിൽ കത്തിച്ചതുപോലുള്ള സംഭവങ്ങൾ എത്രയോ ഉണ്ടായിരിക്കുന്നു. ഈ സംഭവങ്ങളിലെല്ലാം അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം, അതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവർ എന്ത് ചെയ്യുക? മുതലെടുക്കുക. അങ്ങനെ അവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക. പക്ഷേ ഭാഗ്യവശാൽ കേരളത്തിൽ അത് മുതലെടുക്കാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നില്ല, അല്പം ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായതുകൊണ്ട്. പക്ഷേ മറ്റിടങ്ങളിൽ അങ്ങനെയല്ല. അത് ഓരോ ദിവസവും അത് ഈ രീതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ തന്നെ ഈ അവസ്ഥ ഒന്ന് എടുത്തു നോക്കൂ. ഇപ്പോൾ ഈ ആരതിയുടെ കേസ് എടുത്തു നോക്കൂ. അത് മറ്റൊരു സംസ്ഥാനത്താണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ, അത് ആ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടതെങ്കിൽ അതിനെ ഏത് രീതിയിലേക്കായിരിക്കും ആളുകൾ കൊണ്ടുപോവുക. പക്ഷേ ഇവിടെ അതിനെ എതിർക്കാനും അതിനെതിരെ ശബ്ദിക്കാനുമൊക്കെ നിരവധി ആളുകൾ ഉണ്ടായതുകൊണ്ട് അത് വലിയ രീതിയിലേക്ക് അവരുദ്ദേശിച്ച വഴിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഓരോ വിഷയവും എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഈ സംഭവം ഉണ്ടായ ശേഷം പ്രധാനമന്ത്രി സൗദിയിൽ നിന്ന് നേരെ ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം ആ യോഗങ്ങളിലൊക്കെ പങ്കെടുത്തു. പക്ഷേ പിന്നീട് അദ്ദേഹം പോകുന്നത് എങ്ങോട്ടാണ്? സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാനല്ല, നേരെ ബീഹാറിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അവിടെ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഘോരഘോരം ശബ്ദിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് രാജ്യത്ത് ഇങ്ങനെയൊരു സിറ്റുവേഷനുണ്ട്, ഈ സിറ്റുവേഷൻ വഷളാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള പ്രധാനമന്ത്രിയുടെ ഒരു വാക്കുകളല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് മറ്റൊരു തലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഭീകരാക്രമണം ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു, അതിനെ നമ്മൾ പ്രതിരോധിക്കും, അതിനെതിരെ ശക്തമായ നടപടിയെടുക്കും. അത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്, സർക്കാർ ചെയ്യുകയും ചെയ്യും. പക്ഷേ മറുഭാഗത്ത് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക, അത് അവസാനിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം ഭരണാധികാരിക്കുണ്ടല്ലോ. സർവകക്ഷി യോഗം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? അതിനൊക്കെ തന്നെയല്ലേ. അവിടെ വന്ന് അദ്ദേഹം ഇക്കാര്യം പറയുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം നേരെ മറിച്ച് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് യോഗം എന്ന് പറയാവുന്നൊരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ഈ കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പരമാവധി പണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗവർണർ സൂചിപ്പിച്ചതുപോലെ സുവർണാവസരമായി ഇതിനെ കാണുകയും ആ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ നമുക്കാവില്ല. അതിനെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാവുക തന്നെ വേണം.